നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി 3 മാസമാകുമ്പോഴേക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് ചുവടുവയ്ക്കുന്നതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2025 കാര്യമായ വെല്ലുവിളികൾ തന്നെ രാജ്യം നേരിടുമെന്ന ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ ട്രംപും വെളിപ്പെടുത്തിയതായാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എങ്കിലും സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്ന ട്രംപ് ഭരണകൂടത്തിലെ ചില അംഗങ്ങളുടെ ആത്മവിശ്വാസം അധികാരത്തിലേറെ 1 മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ 1.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതായി US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സമീപകാല ഡേറ്റ വെളിപ്പെടുത്തിയെങ്കിലും തൊഴിലില്ലായ്മ നിരക്കും അതിനോടൊപ്പം തന്നെ ഉയരുകയായിരുന്നു. തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് കുറയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തിക വിപണികളിലെ ചാഞ്ചാട്ടവും കൂടിച്ചേർന്ന് അമേരിക്ക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് അമേരിക്കയുടെ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിൽ ഉണ്ടായത്. 2025 ആദ്യ പാദത്തിൽ സമ്പദ് വ്യവസ്ഥ 2.4% ചുരുങ്ങുമെന്ന് അറ്റ്ലാന്റ ഫെഡറൽ റിസർവ് പ്രവചിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണെങ്കിലും ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് അടുത്തിടെ അമേരിക്കയ്ക്ക് ആരോഗ്യകരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ രാജ്യത്തിലെ സാമ്പത്തിക വിദഗ്ധർക്കിടയിലെ ഭിന്നതയെ എടുത്തു കാണിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഫോക്സ് ന്യൂസിൽ മരിയ ബാൽട്ടിമാറുമായുള്ള അഭിമുഖത്തിനിടെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് ഉത്തരം നൽകാതെ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ തീരുമാന നയത്തെക്കുറിച്ചും അവ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചുമുള്ള ആശങ്കകൾ വളരുകയും അത് അമേരിക്കൻ സാമ്പത്തിക ഗതിയെ മാന്ദ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനാവശ്യമായുള്ള ഉത്തരം നൽകിയുള്ള ട്രംപിന്റെ തലയൂരലുകൾ. എല്ലാ കാട്ടിക്കൂട്ടലുകളും കാണിച്ച ഒടുവിൽ അമേരിക്കയെ കുഴിയിലാക്കുകയാണ് ട്രംപ് എന്നും സംശയിക്കേണ്ടി വരുന്നുണ്ട്. ഗ്രൗണ്ട് വർക്ക് കളക്ടീവിലെ പോളിസി ആൻഡ് അഡ്വക്കസി ചീഫ് അലക്സ് ജാക്വസിന്റെ അഭിപ്രായത്തിൽ സാമ്പത്തിക മാന്ദ്യം എന്നത് സാധാരണയായി ഉൽപാദനം, തൊഴിൽ, വരുമാനം, അതുപോലെ തന്നെ മറ്റ് സൂചകങ്ങൾ എന്നിവയിൽ ദൃശ്യമാകുന്ന ഏതാനും മാസങ്ങളിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗണ്യമായ ഇടിവാണ്. ജോ ബൈഡൻ ഭരണകൂടത്തിലെ ദേശീയ സാമ്പത്തിക കൗൺസിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ജാക്വസ് മാന്ദ്യം പൊതുവെ ഒന്നിലധികം മേഖലകളെ ബാധിക്കുമെന്നും ക്രമേണ ഉപഭോക്തൃ ചെലവ് കുറയ്ക്കുന്നതിനും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും വിശദീകരിച്ചു. ഒരു സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ വേണ്ടത് ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുക, വളർത്തുക, ആളുകൾ പണം ചെലവഴിക്കുക എന്നിവയാണെന്നും ജാക്വസ് ടൈം മാഗസിനോട് പറഞ്ഞു.